എടാ, ഇപ്പൊ ആകെ തന്നെ വല്ലാത്തൊരു പ്രശ്നത്തിലാ. നമ്മളെല്ലാം കുടുങ്ങാൻ പോവാ. നമ്മളാണല്ലോ വീട്ടിലെ ആണുങ്ങള്. അവര് തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ അല്ലേടാന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിന്റെ അമ്മയാണെങ്കിൽ ഇപ്പോ തന്നെ അനാമികയെ മരുമകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അവള് മാത്രമല്ല, ജാനകിയും ജലജയും എല്ലാവരും നയനും നവിയും പാടെ ഒഴിവാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രശ്നമായിരിക്കും വീടിനുള്ളില് ഉണ്ടാവാൻ പോണത്. പിന്നെ നിന്നോടൊരു പ്രത്യേക കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും നീ നയനെ ഒറ്റപ്പെടുത്തരുത്. നയനെ നീ ചേർത്ത് പിടിച്ചോണമെന്ന് പറയാണ്. അതത്രേ ഉള്ളച്ചാ. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും നയനെ ഞാൻ വിട്ടുകൊടുക്കില്ല. കാരണം നയനയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇത്ര നാളും ഞാനൊരു തെറ്റിദ്ധാരണകളുടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവള് സത്യത്തിലൂടെ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ എന്നും അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചാ അവള് സ്ട്രെയിറ്റാ എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ആരാടാ സ്ട്രെയിറ്റ് ഇല്ലാത്തെ? നിന്റെ അമ്മയൊന്ന് ചോദിക്കാണ്. ആ, എന്തായാലും നീ പറഞ്ഞത് ശരി തന്നെയാ. എല്ലാരും സ്ട്രെയിറ്റ് ആണ് നിൽക്കുമ്പം ഈ കല്യാണത്തോടുകൂടി കുറെ വളവുകളൊക്കെ വരാൻ പോവാണെന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. ദാ നിന്റെ സ്ട്രെയിറ്റ് ഇല്ലാത്ത അമ്മ വരുന്നുണ്ട്, ഞാൻ പറയട്ടെന്ന് ചോദിക്കാണ്. അങ്ങനെ ജാനകിയും ദേവയാനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാറായി എന്ന് പറയാണ്. ഞങ്ങള് അവളെ വിളിച്ചോണ്ട് വരാൻ പോവായിരുന്നു. എങ്കിലും അവൾ എന്തൊരു പണിയെ കാണിച്ചത് ആ നയന? ജയൻ ചോദിക്കാണ്. അവൾ എന്ത് പണി കാണിച്ചു? ഓഹോ, നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞില്ലേ അവൾ എന്ത് പണിയെ കാണിച്ചതിന്? അവള് കാണിച്ച പണി കാരണമാണല്ലോ ഇന്ന് ആ താലി കഴിഞ്ഞു വീണത്. അനിമോൻ മുറുക്ക് കെട്ടി തന്നെയാ അവള് മനഃപൂർവ്വം പോയി അഴിച്ചിട്ടതാ. ജയൻ പറയുന്നുണ്ട്. എന്തിനാവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? നയനമോൾ അങ്ങനൊന്നും ചെയ്യില്ല. അതെ, നിങ്ങളുടെ തോന്നല അവളൊന്നും ചെയ്യില്ലെന്ന്. അജയൻ പറയുന്നുണ്ട്. അതേ ഏട്ടത്തി, നയനമോൾ ഒരിക്കലും ചെയ്യില്ല. അല്ല, നയന ചെയ്യും, അവളെ ചെയ്യുള്ളൂ. എന്നിട്ട് കൃത്യസമയമായപ്പം ഇവനെ കൊണ്ട് പോയത് കണ്ടില്ലേ? ഡാ, നിനക്ക് ആ സമയത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ അനിയത്തി തലയിറങ്ങി വീണെങ്കിൽ അവളുടെ അമ്മ അച്ഛനും ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അവര് കൊണ്ടുപോകാനല്ലോ. നീ ഇവിടെ വേണ്ട സമയമല്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. ജയൻ ചോദിക്കാണ്. നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? അവന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ സുഖമില്ലാതെ വീണത്. ഇവരുടെ പോകാതിരിക്കാൻ പറ്റുമോ? നയന്റെ കൂടെ അവളുടെ ഭർത്താവല്ലാതെ മറ്റാരാ പോകണ്ടേ എന്ന് ചോദിക്കാണ്. ജാനകി പറയാണ്. ഒരു കാലത്ത് ഞാൻ നയനെ തലയെ തൂക്കി കൊണ്ടു നടന്ന, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി അവളുടെ സ്വഭാവം അത്രയ്ക്ക് ക്ലിയർ ഒന്നും അല്ലെന്ന്. അവളെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. ഭയങ്കര ഫ്രോഡാ, പക്കാ വിഷ എന്ന് പറയുന്നുണ്ട്. ജയം പറയുന്നുണ്ട്. എന്ത് പറ്റിയോ എന്തോ നിന്റെയൊക്കെ മനസ്സിങ്ങനെ മാറാൻ. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നയനമോളും അനാമികയും നവ്യയും വീട്ടിൽ ഒരേപോലെ വേണം കണക്കാക്കാൻ. അല്ലാതെ ബഹളം തല്ലും ഉണ്ടാക്കിയാല് നമ്മുടെ കുടുംബം നിന്റെ വഴിക്ക് ആവത്തേ ഉള്ളൂ. ദേവേനി പറയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മരുമകള് എന്റെ അനാമിക മോള് തന്നെയാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയം ആദർശിനെ കാണാനായിട്ട് പുരോഹിതൻ അങ്ങോട്ടേക്ക് വരികയാണ്. പുരോഹിതൻ ചോദിക്കുന്നുണ്ട്. മോനെ, നിനക്കറിയില്ലായിരുന്നോ അനിയുടെ വിവാഹത്തിലെ ദോഷം? എന്താ എന്താ താങ്കൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാണ്. അല്ല, മുത്തശ്ശനെ കാണാൻ വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞതാ ഈ കല്യാണം നടത്താൻ പാടില്ലെന്ന്. കാരണം ദോഷമുള്ള ജാതകക്കാരന് അനി രണ്ട് കെട്ടുകാരൻ. അതുപോലെ തന്നെ ദോഷമുള്ള ഒരു ജാതകക്കാരിയെ കൊണ്ട് മാത്രമേ അവന് വിവാഹം കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അനാമികയുടെ ജാതവും അവന്റെ ജാതവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. അവർ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും മുത്തശ്ശി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അവന് രണ്ടാം കല്യാണം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി പിന്നെ വാഴപരിഹാരം ചെയ്തായിരുന്നല്ലോ. ഞാൻ ആ പൂജാരിക്കിട്ട് കണക്കിന് കൊടുത്തു. അതൊന്നും ഒരു പരിഹാരം പോലും അല്ല. അവന്റെ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഒരു പരിഹാരം ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും നല്ല പരിഹാരം അതേ ജാതകക്കാരിയെയും കൂടി കൊണ്ട് കെട്ടിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് വല്ല പ്രണയബന്ധം ഉണ്ടോ? ഏയ്, താങ്കളെന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ? അല്ല, ആ പയ്യന്റെ ജാതകത്തില് വളരെ ശക്തമായൊരു പ്രണയം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അതായിരിക്കും അവന്റെ രണ്ടാം കെട്ടെന്ന് പറയുമ്പം ആദർശ് ഞെട്ടിപ്പോകുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞതിൽ സംശയം വേണ്ട. ഈ കുട്ടിയുമായുള്ള ജീവിതം അധികകാലം ഒന്നും നിലനിന്ന് പോവില്ല. പിന്നീട് അവൻ ആ പ്രണയിച്ച കുട്ടത്തിനെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. അയ്യോ, അതെന്താ അങ്ങനെ? ഇവര് തമ്മില് മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഒന്നിച്ചു പോവില്ലേ? മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഒന്നിച്ചൊക്കെ പോകും, പക്ഷെ ഒരു താൽക്കാലികം മാത്രം. അല്ലാതെ അതിന് ദീർഘദൂരം ഉണ്ടെന്നൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. പിന്നെ മോന്റെ ഭാര്യയുടെ കല്യാണം ജാതകമോ പൊരുത്തമോ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷേ രാജകീയമായ ഒരു മുഹൂർത്തത്തിലായിരുന്നു നിങ്ങളുടെ വിവാഹം. ശേഷം ഞാൻ നിങ്ങളുടെ ജാതകം നോക്കിയപ്പോ ഞെട്ടിപ്പോയി. അത്രയ്ക്കും പൊരുത്തമായിരുന്നു നിങ്ങളുടെ ജാതകം തമ്മില്. നിങ്ങൾ ഒരിക്കലും എന്തൊക്കെ വന്നാലും പിരിയില്ലെന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ പോകുന്നുണ്ട്. ഇതേ സമയം വെളിയിൽ ഇറങ്ങിയിട്ട് നന്ദുവിനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അവൾ എവിടെ പോയി? വിവാഹ സമയത്തും കണ്ടില്ലല്ലോ. ഇനി എവിടെ പോയി കാണും? ഞാൻ അനാമികയുടെ കഴുത്തിൽ താലികെട്ടാനുള്ള കപ്പാസിറ്റി അവക്കില്ലായിരിക്കാം, അതായിരിക്കാം എന്നൊക്കെ അനി മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. എന്താടാ നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ ആരെ അന്വേഷിക്കുന്നേ? നന്ദുവിനെ. നന്ദുവിനെയോ? അതെ ഏട്ടാ, നന്ദുവിനെ കല്യാണ സമയത്തൊന്നും കണ്ടേയില്ല. അവളെ സാരി എടുത്ത് ഇവിടെ ഒന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഇന്നേ വരെ ഈ നിമിഷം വരെ ഞാൻ കണ്ടില്ലല്ലോ.
നീ ഇപ്പൊ അന്വേഷിക്കണം നന്ദുവിനെ കുറിച്ചല്ല, അനാമിയെ കുറിച്ചാ. എന്റെ ഏട്ടാ, എത്രയൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും ഒരിക്കലും ഞാൻ അനാമിക തമ്മിൽ കൂട്ടിച്ചേരാൻ പോകുന്നില്ല. കാരണം എനിക്ക് ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല ഏട്ടാ. എന്റെ മനസ്സ് നിറയെ നന്ദു മാത്രാ. എടാ, നീ താലിയിട്ടതിന്റെ ഭാര്യയാണ് ഇപ്പൊ അനാമിക. അവളെ കുറിച്ച് മാത്രം നീ ഇപ്പൊ ചിന്തിച്ചാ മതി. അതെനിക്ക് പറ്റണ്ട ഏട്ടാ. അല്ലേ തന്നെ പുരോഹിതൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് രണ്ട് കെട്ടുണ്ടെന്നും എന്റെ ജീവിതം അധിക നാൾ ഇവളുടെ കൂടെ പോയില്ലെന്നും. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. അവരുടെ ബിഹേവിയർ കണ്ടിട്ടും എനിക്ക് അങ്ങനെയൊന്നും വലിയ താല്പര്യം തോന്നിക്കുന്നില്ല. എന്തായാലും എന്റെ മനസ്സിൽ നന്ദന പറിച്ചറിയാണ്, ആരും കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നിന്നെ ഏൽപ്പിക്കാൻ പോവാ നാളെ മുതൽ 3 ബ്രാഞ്ച്. പിന്നെ നീ നല്ല ബിസി ആയിരിക്കും. അതോടുകൂടി തന്നെ നിന്റെ ഈ നന്ദുവിനോടുള്ള ആ ഒരു ഇതൊക്കെ നിനക്ക് മാറും. പിന്നെ അനാമിക നീ സ്നേഹിച്ചു തുടങ്ങും. നിനക്ക് വേണമെങ്കിൽ അനാമികയെ കൂടി കൂട്ടുകൂടിക്കോ. എനിക്ക് വേണ്ട. അവള് ബാക്കി 2 എടുത്തുമാർ നിൽക്കുന്ന പോലെ തന്നെ വീട്ടിലങ്ങ് നിന്നാ മതി, എന്റെ കൂടെ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അനി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അനാമിക നിന്നെ വിശ്വസിച്ചാ ആ വീട്ടിലേക്ക് വരുന്നേ. അപ്പൊ നീ വേണം അവളെ നോക്കാൻ. എന്നിട്ട് ഏട്ടൻ കുറെ നോക്കിയല്ലോ അല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അനി അവിടുന്ന് പോവാണ്. അപ്പൊ അത് ആദർശനും കൊള്ളുന്നുണ്ട് കേട്ടോ. കാരണം അവനും ഇതുപോലെ തന്നെ നയന കയറി വന്നിട്ടാണല്ലോ ഇത്രയും കാലം അവളെ ദ്രോഹിച്ചത്. ആ ഒരു ഇത് അവൻ ചോദ്യം ചെയ്തിട്ട് പോവാൻ. ഇതേ സമയം ഹോസ്പിറ്റലില് കരഞ്ഞോണ്ടിരിക്കുകയാണ് കനകവും ഗോവിന്ദനും. കനകം പറയാണ്, ഇത്രയും കാലം മക്കളെ വഴക്ക് പറയത്തേ ഇല്ലായിരുന്നു നിങ്ങൾ. ഈ പ്രാവശ്യം നിങ്ങൾ നന്ദുവിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അതൊക്കെ അവളുടെ മനസ്സിനെ മുറിവേറ്റിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ്. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്? അല്ല ഗോവിന്ദേട്ടാ, എങ്കിലും അവൾ ഇമാതിരി കടന്നു ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ലല്ലോ. ഈശ്വര, ഇതെങ്ങാണ് പുറത്തറിഞ്ഞ എന്റെ അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോവാ എന്നൊക്കെ കനകം പറഞ്ഞ് കരയാണ്. പിന്നെ ആരെയും ഒന്നും അറിയിക്കരുതെന്നാ ആദർശമോ പറഞ്ഞിരിക്കുന്നേ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കാണ്. ഇപ്പോഴും അവൾ ICUലല്ലേ, കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അവളെ വാർഡിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസമായേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും വീൽ ചെയറിൽ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്ന കേട്ടോ. മുത്തശ്ശനെ കാണുമ്പോൾ ഒരു സമാധാനം. കാണും 2-3 ദിവസമായിട്ട് മുത്തശ്ശന്റെ ഒരു പ്രസൻസ് വല്ലാതെ മിസ് ചെയ്തിരുന്നു. കല്യാണത്തിനൊക്കെ മുത്തശ്ശന്റെ ഒരു പ്രസൻസ് വേണ്ടതായിരുന്നല്ലേ. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കാണ്, ആഹാ, എന്താ രണ്ടുപേരും ഇവിടെ? അത് നന്ദുമോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, മോക്ക് എന്ത് പറ്റി? അത് വിവാഹത്തിന്റെ ഇന്നത്തെ ദിവസം രാവിലെ അവിടെ അവള് തലകറങ്ങി വീണു. അയ്യോ, എന്നിട്ടോ? BP ലോ ആയിരുന്നു തോന്നുന്നേ. ഇപ്പൊ കുഴപ്പമില്ല, ICUലാന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ ICUല് കൊണ്ടുവന്നപ്പം കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് ശ്വാസതടസ്സം പോലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റിക്കവറായി. പിന്നെ എന്താ എന്നോട് പറയാഞ്ഞത്? എന്റെ മുറി അടുത്തല്ലേ, എന്നെ ഒന്ന് കണ്ടുമില്ലല്ലോ. താങ്കൾക്ക് അതൊരു വിഷമമാണെന്ന് കരുതിയിട്ടാ. താങ്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ മാക്സിമം എല്ലാരും പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ദിവസം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതില് വല്ലാത്ത വിഷമമുണ്ട് എന്ന് മുത്തശ്ശൻ പറയാണ്. എങ്കിലും എന്റെ മോന്റെ കല്യാണം പോലെ എനിക്ക് കാണാൻ പറ്റില്ല. പലരും പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. എനിക്ക് വിഷമാക്കണമെന്ന് കരുതിയിട്ട് ഈ ഒരു ജീവിതം ഇത് പറ്റുന്നില്ലടോ എന്നൊക്കെ പറയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട്, താങ്കളുടെ നല്ല മനസ്സിന് താങ്കൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എഴുന്നേക്കും. ഇതൊക്കെ ഒരു പരീക്ഷണമാണെന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയാണ്. ശരി, എന്റെ റൂം നമ്പർ 211. അങ്ങോട്ടേക്ക് വരാൻ മറക്കരുത്. നന്ദമ്മയുടെ കാര്യം അറിയിക്കാൻ വേണം കേട്ടോ. ആദർശനാനും വന്നില്ലായിരുന്നോ? ഇല്ല, അവളുടെ കൂട്ടുകാരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ആക്കിയത്. അതിനുശേഷം ആദർശനാനും വന്നിരുന്നു. അവര് പിന്നെ പോയി ശേഷം ഞങ്ങൾ വന്ന് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേണുവിനെയൊക്കെയാണ്. വേണു പറയാണ്, അനാമിക മോള് ചെല്ലേണ്ട താമസം മോൾക്കറിയാലോ. അച്ഛന്റെ കടങ്ങളൊക്കെ നമുക്കൊരു 10 ദിവസത്തിന് സ്ഥലം എടുക്കണം. അവിടെ ഒരു വീട് വെക്കണം. അച്ഛന്റെ കടങ്ങൾ മുഴുവനും വീട്ടണം. എല്ലാ പ്രതീക്ഷയും മോളില്ല. മോൾ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടുമൊക്കെ ചെയ്തോണം. അതൊന്നും അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എന്ന് വേണുവിനോട് അവള് പറയുന്നുണ്ട്. ഈ സമയത്തേക്ക് അങ്ങോട്ടേക്ക് ദേവ്യാനിയും ജാനകിയും കൂടെ വരുന്നുണ്ട്. ആഹാ, എല്ലാരും സംസാരിച്ചിരിക്കാണോ? അതെ, ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ വല്ലാത്ത വിഷമം പോലെ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വിഷമം. ഒറ്റ മോളല്ലേ, പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും. ഞങ്ങൾ വെറുതെ പറയല്ല, നിങ്ങൾ അങ്ങോട്ട് പോരെ, കുറച്ചു ദിവസം അവിടെ നിൽക്കാം മോളുടെ കൂടെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ലല്ലോ. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അതൊന്നും ശരിയല്ലല്ലോ. ദേവിനി പറയാണ്, നാട്ടുകാരപ്പൊന്നും നോക്കണ്ട. അത്രയും വലിയ കൊട്ടാരത്തില് നിങ്ങൾ രണ്ടുപേരും വന്നെന്ന് കരുതി ആർക്കും ഒരു ബാധ്യതയൊന്നും ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ മകളെ വിട്ടുപിരാതെ സങ്കടമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ദേ, അവിടെ ഉണ്ടല്ലോ എന്റെ മരുമകളും അതിന്റെ മൂത്ത് പറഞ്ഞോ 2 ഒരു ഗതിയും ഇല്ലാത്ത 2 അവളുടെ അമ്മ തന്നെ ഇപ്പൊ 1-2 മാസമായിട്ട് വീട്ടിലാ നിൽക്കുന്നേ. അവിടെ തന്നെയാ അവര് ജീവിക്കുന്നത് തന്നെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തായാലും നിങ്ങളെപ്പോലുള്ളവർ വേണം അങ്ങോട്ടേക്കൊക്കെ വരാന്. അതൊന്നും അവളുമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഈ മോളെ എന്റെ പൊന്നു മോളെ പോലെ, എന്റെ സ്വന്തം മോളെ പോലെ ഞങ്ങൾ കണക്കാക്കാൻ പോന്നേ എന്നൊക്കെ ദേവേനെ പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെ ആയിരിക്കും. മുത്തശ്ശൻ ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ, എനിക്ക് ഈ കിടപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞുവിടുവോ? ഇല്ലടോ, ഇപ്പൊ വിടാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ തന്നെ കുറച്ചു ദിവസം കിടക്കണം. ഓരോ അസുഖത്തിനും ഓരോ രീതിയില്ലേ.
എനിക്ക് ഇഞ്ചക്ഷനും ഇതൊന്നും പറ്റുന്നില്ല, എന്നെ കൊണ്ട് താങ്ങാനാവുന്നില്ല, എനിക്ക് വീട്ടിൽ പോണം. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, നന്നായിട്ട് നോക്കുന്ന മക്കളും മരുമക്കളും അല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ആവില്ല. അതല്ലല്ലോ, അവർക്കിന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കാണ്. അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് കരുതുന്നവരൊന്നും അല്ല അനന്തപുരിയിലുള്ളതെന്ന് എനിക്കറിയാം. നിങ്ങളെ എല്ലാവർക്കും വളരെ ജീവനാ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ അവസ്ഥയിൽ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്റെ ഭാര്യ അറിയാലോ, ആദിഷിന്റെ ഭാര്യയുടെ അനിയത്തിയാ നന്ദു. അവളാ അപ്പറെ കിടക്കുന്നേ. കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. ഇപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവന്നപ്പോ ക്രിട്ടിക്കൽ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. നല്ല ശ്വാസതടസ്സം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ജീവിച്ച് തീരാറായവരാ, ആ കുട്ടിയൊക്കെ ചെറുപ്പമല്ലേ, എന്താണോ ഇങ്ങനെയൊക്കെ എന്ന് പറയാണ്. അതൊക്കെ മാറിക്കോളും, കുരുയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ നന്ദുവിന്റെ കാര്യം വീട്ടിലാണ് മുത്തശ്ശനോട് ഡോക്ടറും പറയുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദുവിനെ കാണിക്കാണ്. അവള് കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു. അതുപോലെ അനിയുമായിട്ടുള്ള ആ ഒരു പഴയ ഓർമ്മകളൊക്കെ അവളിങ്ങനെ ഓർത്തെടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.